സദ്യ തുടങ്ങിയിരിക്കുന്നു. ദീപ്തി. ശരി, ആന്റണി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. ഓണം വയറ് നിറയ്ക്കാനുള്ളത് മാത്രമല്ല മനസ്സ് നിറയ്ക്കാനുള്ളത് കൂടിയാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് തൃശൂർ എറവിൽ നിന്നുള്ള ഒരു ഹോട്ടൽ ഉടമ. സ്വന്തം ഹോട്ടലിൽ സൗജന്യമായി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി അതിലൂടെ ലഭിക്കുന്ന പണം പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കായി നൽകുകയാണ് എറവ് 5-ാം കല്ലിലെ ശ്രേയസ് ഹോട്ടൽ ഉടമ രമേശ്. ഉത്രാട നാളിലെ ഈ കാരുണ്യ സദ്യയ്ക്ക് പിന്നിൽ 21 വർഷത്തെ സ്നേഹത്തിന്റെയും തണലിന്റെയും കഥയുണ്ട്. മേശപ്പുറത്ത് പായസം കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ, കഴിച്ചിറങ്ങുന്നവരുടെ മുഖത്ത് വയറു നിറഞ്ഞതിൻ്റെ തൃപ്തി. എന്നാൽ ഇതിനൊന്നിനും ഇവിടെ വിലയിടാക്കുന്ന ഒരു കാഷ്യർ ഇല്ല. പകരം വെച്ചിരിക്കുന്നത് ഒരു പണപ്പെട്ടി മാത്രം. തൃശൂർ എറവ് 5-ാം കല്ലിലെ ശ്രേയസ് ഹോട്ടലിൽ കഴിഞ്ഞ 21 വർഷമായി ഉത്രാടനാളിൽ തുടരുന്ന അപൂർവമായ കാഴ്ചയാണിത്. ഇവിടെ എത്തുന്നവർ കഴിച്ച ഭക്ഷണത്തിന് കണക്കു പറഞ്ഞ് പണം നൽകേണ്ടതില്ല. പണപ്പെട്ടിയിൽ തങ്ങൾക്ക് കഴിയുന്നത് നിക്ഷേപിക്കാം. ഒരാളുടെ ഊണിന് 4 ആളുടെ പണം വരെ സന്തോഷത്തോടെ നൽകി മടങ്ങുന്നവരാണ് ഭൂരിഭാഗവും. കാരണം ഈ പെട്ടിയിൽ വീഴുന്ന ഓരോ രൂപയും ചെന്നെത്തുന്നത് ജീവിതത്തോട് പോരാടുന്ന നിർധനരായ രോഗികളുടെ കൈകളിലാണ്. 3 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയ ഹോട്ടലിൽ 21 വർഷം മുൻപാണ് രമേശ് ഈ സദ്യ ഒരുക്കാൻ തുടങ്ങിയത്. ഇന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും വ്യാപാരികളുമെല്ലാം രമേശിന്റെ ഈ നന്മക്കൊപ്പം കൈകോർക്കുന്നു. എന്തിനേറെ, മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ പാചകപ്പുരയിലെത്തി സഹായികളാകുന്ന കാഴ്ചയും ഇവിടെ കാണാം. ഓണക്കാലത്ത് ഓണത്തിന്റെ സങ്കല്പങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സൗഹൃദം പങ്കുവെക്കുക, മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കാളികളാകുക, സന്തോഷത്തിൽ പങ്കാളികളാകുക, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രേയസിൽ ഒരു സദ്യ നടക്കുകയാണ്. 21 വർഷങ്ങളായി എല്ലാ വർഷവും ഇതേപോലെ ഉത്രാടത്തിനാൾ സദ്യ നടക്കും. ആ സദ്യയിൽ ആർക്കും വന്ന് ഊണ് കഴിക്കാം. നല്ല സദ്യ. അവിടെ ആർക്കും ഇഷ്ടമുള്ള പണം കൊടുക്കാം. ആ സദ്യക്ക് പ്രത്യേക റേറ്റ് ഒന്നുമില്ല. ആർക്കും ഇഷ്ടമുള്ളത് കൊടുക്കാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഇന്ന് എല്ലാവർക്കും ഇവിടെ ഊണ് കഴിക്കാവുന്ന ദിവസമാണ്. ഈ തുക ഈ രമേശൻ വർഷങ്ങളായി പാവപ്പെട്ട അസുഖബാധിതരായ മനുഷ്യർക്ക് നൽകുകയാണ്. ഈ വർഷത്തെ ഉത്രാട സദ്യയിലൂടെ സമാഹരിച്ച 46,000 രൂപ ഇരുകാലുകളും തകർന്ന് കിടപ്പിലായ വെളുത്തൂർ സ്വദേശി ജയന്റെ ചികിത്സക്കായി കൈമാറിക്കഴിഞ്ഞു. വയറു നിറച്ച് ഭക്ഷണം നൽകുന്നതിനൊപ്പം ഉള്ളുരുകുന്ന മനുഷ്യർക്ക് ആശ്വാസത്തിന്റെ തണലാകുകയാണ് രമേശും അദ്ദേഹത്തിന്റെ ശ്രേയസ് ഹോട്ടലും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ തിരുവോണ ദിനത്തിൽ UDF എംപിമാരുടെ സത്യാഗ്രഹ സമരം തുടങ്ങി. പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് സമരം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടിന്റെ മറവിലാണ് പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിക്കുന്ന കൊടും ചതി റെയിൽവേ കേരളത്തിലെ ജനങ്ങളോട്